കർത്താവ് നിന്നോടുകൂടി, ദൈവസന്നിധിയിൽ നീ കൃപ നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വന്ധ്യയായിരുന്ന എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എലിസബത്ത് മറിയത്തിനോട് പറഞ്ഞു, ഇതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. മറിയത്തിൻ്റെ അഭിവാദനം ശ്രമിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയം കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിച്ചു. അന്നാളുകളിൽ അഗസ്തസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഓരോരുത്തരും താങ്കളുടെ നഗരത്തിൽ പോയി പേരെടുപ്പിക്കണമെന്ന്. അതനുസരിച്ച് ദാവീദിന്റെ വംശജനായ ജോസഫ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി അവരുടെ സ്വദേശമായ നസ്രത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പേരെടുപ്പിക്കാനായി പുറപ്പെട്ടു.
കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ ചുവന്നി യഹൂദിയായിലെ ഒരു കാറ്റിൽ ഒരു ധനുമാസത്തിൻ കുളിരുണ്ടാകും ദേവനാദം കേട്ടും ആമോദര വർണ്ണരാജികൾ വിടരും പാതയിൽ വെള്ളിമേഘങ്ങൾ ഒഴുകുന്നാകും താരവും രാജവും മാറിയോടൊത്തന്നു തിങ്കൾ കഥകളി സ്വർഗം താഴെ